ഞാനിന്നിവിടെ ഒരു കോക്കനട്ട് കുക്കീസാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലും ഉള്ള നല്ല ക്രിസ്പിയായ ഒരു കോക്കനട്ടിൻ്റെ ബിസ്ക്കറ്റ് എന്നും പറയും, കുക്കീസ് എന്നും പറയും. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഈ കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് അരിച്ചെടുക്കണേ. ഇതിലേക്ക് നമ്മൾ ശകല ഉപ്പും കൂടെ ചേർക്കുവാണേ. ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് പാക്കറ്റ് മേടിക്കാൻ കിട്ടും. നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു തേങ്ങ ചിരവി എടുത്ത് വെള്ളം മാത്രം ചിരണ്ടി എടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ വെനില എസൻസ് ആണ് ഒരു 1/4 സ്പൂൺ ഞാൻ എടുത്ത് ഇതിലൊഴിക്കുവാണേ. വെനില എസൻസ് ഒഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ 2 ഏലക്ക പൊടിച്ചിട്ടാലും മതി. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്. ഇത് ഇതിലേക്ക് ചേർക്കുവാണേ. ഇതെല്ലാം ചേർക്കുന്നില്ല, ഒരു കുറച്ച് മാത്രം ഞാൻ എടുത്ത് മാറ്റി വെക്കുക. അത് പിന്നീട് ആവശ്യമുണ്ട് അതിനു വേണ്ടി. ഇത്രയും എടുത്ത് ഞാൻ മാറ്റി വെക്കുവാണേ. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുവാണേ. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച്, ഈ നെയ്യ് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് 2 സ്പൂൺ പാൽ ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മൾ ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു കടായി എടുത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു റിങ് വെക്കുവാണേ. ഇത് 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കാം. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് നെയ്യ് തൂത്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചത് കുറച്ച് ഇടുവാണേ. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കാം. ഇത് നമുക്ക് കുഞ്ഞ് ഉരുളകളാക്കി എടുക്കാം. എടുത്തിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് വെച്ച് കൊടുക്കുവാണേ. ഒരേ അളവിന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്പൂണിൽ വെക്കുന്നത്. ഇത് നമുക്കൊന്ന് മെല്ലെ എടുക്കാം. ഇത് മെല്ലെ ഒന്ന് നമുക്ക് ഉരുളയാക്കാം. മെല്ലെ നമുക്കൊന്ന് പരത്തി കൊടുക്കാം കൈ കൊണ്ട്. ഇത് നമുക്ക് ഈ കോക്കനട്ടിലിട്ട് ഒന്ന് മുക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാവേ. നമ്മളങ്ങനെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഫ്ലെയിം ചെറിയ മീഡിയമിൽ വെക്കണേ. 20 മിനിറ്റ് ഇരിക്കണം. ഇതിന് ഹോളുണ്ട്. അത് ഞാനൊരു പേപ്പർ വെച്ച് അടച്ചേക്കുവാണ്. ഞാൻ ഓവനിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഈ കുക്കീസ് വെച്ച് 10 മിനിറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് നമുക്ക് മുറിച്ച് നോക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കടയിൽ കിട്ടുന്ന പോലെ തന്നെ ഉള്ള ബിസ്ക്കറ്റാണ്. നിങ്ങളിതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.